നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ. എന്തുകൊണ്ടാണ് ഒരു രാജ്യത്ത് പ്രധാനമന്ത്രിയായാലും സാധാരണക്കാരനായാലും നിയമത്തിനു മുന്നിൽ തുല്യരാവുന്നത്? നമുക്കതിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഗവൺമെന്റിന് തോന്നിയ പോലെ എന്തും ചെയ്യാൻ പറ്റുമോ? ആരാണ് അവരെ തടയുന്നത്? ശരിക്കും ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് നിയമവാഴ്ച എന്ന ആശയത്തിന്റെ പ്രസക്തി തുടങ്ങുന്നത്. ഇത് അധികാരത്തിനൊരു ലക്ഷ്മണരേഖ വരയ്ക്കുന്നത് പോലെയാണ്. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്നാമത്തേത് മനുഷ്യന്റെ ഭരണം അഥവാ റൂൾ ഓഫ് മാൻ. അവിടെ ഭരണാധികാരിക്ക് ഇഷ്ടമുള്ളതാണ് നിയമം. ഇന്നൊരു തീരുമാനം, നാളെ മറ്റൊന്ന്, എപ്പോൾ വേണമെങ്കിലും മാറാം. ആകെ ഒരു പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി മറുവശത്ത് നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ നോക്കൂ. അവിടെ നിയമങ്ങൾ വ്യക്തമാണ്, എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അനിയന്ത്രിതമായ അധികാരത്തെ പിടിച്ചുകെട്ടുന്നത്. അപ്പോൾ ഈ വിഷയം നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം. നമ്മൾ ആദ്യം എന്താണ് നിയമവാഴ്ച എന്ന് നോക്കും. പിന്നെ അതിൻ്റെ 3 അടിസ്ഥാന തൂണുകൾ ഏതൊക്കെയാണെന്ന് കാണും. അതുകഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിനെന്തെങ്കിലും പരിമിതികളുണ്ടോ എന്നും ചർച്ച ചെയ്യും. അവസാനം കാലത്തിനനുസരിച്ച് ഈ ആശയത്തിന് വന്ന മാറ്റങ്ങളും നമ്മൾ നോക്കും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ഈ നിയമവാഴ്ച? ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു കാര്യമല്ല കേട്ടോ. ഇതിൻ്റെ വേരുകൾ ഒരുപാട് പഴയതാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ ചിന്തയെയും ഭരണരീതികളെയും ഒരുപോലെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ശക്തമായൊരാശയമാണിത്. വളരെ സിമ്പിളായി പറഞ്ഞ, നിയമവാഴ്ച എന്നുവെച്ചാൽ ഇവിടെ നിയമമാണ് രാജാവ്, അല്ലാതെ വ്യക്തികളല്ല. ലാ പ്രിൻസിപ്പ് ദെ ലിഗാലിയത്തെ എന്നൊരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണിത് വരുന്നത്. അതിൻ്റെ അർത്ഥം നിയമസാധുതയുടെ തത്വം എന്നാണ്. അതായത് ഒരു ഗവൺമെൻറ് എന്ത് ചെയ്താലും അതിലൊരു നിയമത്തിൻ്റെ പിൻബലം വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ഭരണാധികാരിയാവട്ടെ, സാധാരണക്കാരനാവട്ടെ, പണക്കാരനാവട്ടെ, പാവപ്പെട്ടവനാവട്ടെ, എല്ലാവരും നിയമത്തിന് മുന്നിൽ ഒന്നാണ്. ഈ ആശയത്തിന് എത്രത്തോളം പഴക്കമുണ്ടെന്നറിയാമോ? പണ്ട് BC 350 പ്ലേറ്റോയും അരിസ്റ്റോട്ടലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിയമമാണ് എല്ലാത്തിനും മുകളിൽ വരേണ്ടതെന്ന്. പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം 1215 ഇംഗ്ലണ്ടിൽ വന്ന മാഗ്ന കാർട്ട എന്ന ഉടമ്പടി രാജാവിൻ്റെ അധികാരം പോലും നിയമത്തിന് താഴെയാണെന്ന് ഉറപ്പിച്ചു. ഒടുവിൽ 1885 AV ഡൈസി എന്ന നിയമജ്ഞനാണ് ഇതിനിന്നത്തെ രൂപവും ഘടനയുമൊക്കെ നൽകിയത്. 17-ാം നൂറ്റാണ്ടിലെ എഡ്വേർഡ് കോക്ക് എന്ന നിയമജ്ഞന്റെ ഒരു വാചകമുണ്ട്. അത് ഈ ആശയത്തിന്റെ സത്ത മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, രാജാവ് ദൈവത്തിനും നിയമത്തിനും കീഴിലായിരിക്കണമെന്നാണ്. എത്ര മനോഹരമായ പ്രയോഗമാണല്ലേ. അതായത് എത്ര വലിയ അധികാരമായാലും അത് നിയമത്തിന് മുകളിലല്ല. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. നിയമവാഴ്ചയെക്കുറിച്ച് നമ്മളിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു അടിത്തറയിട്ടത് AV ഡൈസി എന്ന ബ്രിട്ടീഷ് നിയമജ്ഞനാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഡൈസി പറഞ്ഞത് നിയമവാഴ്ചയ്ക്ക് 3 പ്രധാന തൂണുകളുണ്ടെന്നാണ്. ഒന്നാമത്തേത് നിയമത്തിന്റെ പരമാധികാരം. അതായത് തോന്നിയ പോലെ ആരെയും ശിക്ഷിക്കാൻ പറ്റില്ല. നിയമം തെറ്റിച്ചാൽ മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തേത് നിയമത്തിനു മുന്നിലുള്ള തുല്യത. വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ നിയമം. മൂന്നാമത്തേത് നമ്മുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്വതന്ത്രമായ കോടതികൾ വേണം. ഈ 3 തൂണുകളിലാണ് നിയമവാഴ്ച എന്ന വലിയ കെട്ടിടം നിലനിൽക്കുന്നത്. ഇതൊക്കെ തിയറിയാണ് അല്ലേ? ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് വരാം. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഈ തത്വങ്ങളൊക്കെ എങ്ങനെയാണ് പ്രായോഗികമാവുന്നതെന്ന് നോക്കിയാലോ. ഇന്ത്യയിൽ എല്ലാ നിയമങ്ങൾക്കും മുകളിലുള്ള നിയമമാണ് നമ്മുടെ ഭരണഘടന. അതിനെയാണ് പരമോന്നത നിയമം എന്ന് പറയുന്നത്. പാർലമെന്റാവട്ടെ, സർക്കാരാവട്ടെ, കോടതികളാവട്ടെ, എല്ലാവരും അധികാരം എടുക്കുന്നത് ഈ ഭരണഘടനയിൽ നിന്നാണ്. എല്ലാവരും അതിന് താഴെയുമാണ്. നമ്മുടെ ഭരണഘടനയിൽ ഇത് ഉറപ്പാക്കാൻ ഒരുപാട് വകുപ്പുകളുണ്ട്. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 14, അത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നു. പിന്നെ ആർട്ടിക്കിൾ 21, നമ്മുടെ ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനും സംരക്ഷണം നൽകുന്നു. ഇനി നമ്മുടെ അവകാശങ്ങൾ ആരെങ്കിലും ലംഘിച്ചാൽ നമുക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാം. അതും ഭരണഘടന തരുന്ന ഒരു ഉറപ്പാണ്. ഈ കാര്യത്തിൽ നമ്മുടെ കോടതികൾ, പ്രത്യേകിച്ച് സുപ്രീം കോടതി, ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേശവാനന്ദ ഭാരതി കേസ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കേസിൽ സുപ്രീം കോടതി ഒരു ചരിത്രപരമായ വിധി പറഞ്ഞു. നിയമവാഴ്ച എന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ്. അതിൻ്റെ അർത്ഥമെന്താണെന്നോ? പാർലമെന്റിന് പോലും ഭൂരിപക്ഷമുണ്ടെന്ന് വെച്ച് അത് ഭേദഗതി ചെയ്ത് മാറ്റാൻ കഴിയില്ല. അത്രയ്ക്ക് ശക്തമാണ് ആ വിധി. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ഈ നിയമവാഴ്ച എന്നത് 100% എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ? ഇതിന് എന്തെങ്കിലും ഒഴിവാക്കലുകളൊക്കെയുണ്ടോ? നമുക്കതൊന്ന് നോക്കാം. അതെ, ചില ഒഴിവാക്കലുകളുണ്ട്.
ഉദാഹരണത്തിന്, നമ്മുടെ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും അവരുടെ ഔദ്യോഗിക പദവിയിലിരിക്കുമ്പോൾ ചില പ്രത്യേക നിയമപരിരക്ഷകളുണ്ട്. അതുപോലെ വിദേശ നയതന്ത്രജ്ഞർക്കും ജഡ്ജിമാർക്കുമൊക്കെ ചില പരിരക്ഷകളുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് യാതൊരു സമ്മർദ്ദവും ഭയവുമില്ലാതെ തങ്ങളുടെ ജോലികൾ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ അവർ നിയമത്തിന് അതീതരായതുകൊണ്ടല്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നിയമവാഴ്ചയെന്ന ആശയം ഒരിടത്ത് നിൽക്കുന്ന ഒന്നല്ല. കാലം മാറുന്നതനുസരിച്ച് അതിനും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഡെയ്സി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇന്നത്തെ ലോകം ഒരുപാട് മുന്നോട്ടു പോയി. ആധുനിക കാലത്ത് ഇതിന് എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. ഇതിലൊരു വലിയ മാറ്റം വന്നത് 1959-ലാണ്. അന്ന് ന്യൂഡൽഹിയിൽ വെച്ച് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് ജൂറിസ്റ്റ്സ് എന്നൊരു സംഘടന ഒരു പ്രഖ്യാപനം നടത്തി. ഡൽഹി പ്രഖ്യാപനം എന്നറിയപ്പെടുന്ന ഇത് നിയമവാഴ്ചയ്ക്കൊരു പുതിയ മാനം നൽകി. അപ്പോൾ എന്താണ് ഈ പുതിയ കാഴ്ചപ്പാട്? അത് പറയുന്നത് നിയമമുണ്ടെങ്കിൽ മാത്രം പോരാ, ആ നിയമം ഓരോ വ്യക്തിയുടെയും അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്നതായിരിക്കണം എന്നാണ്. ന്യായമായ വിചാരണ ഉറപ്പാക്കണം, നിയമസഹായം നൽകണം, സ്വതന്ത്രമായ കോടതികൾ വേണം. എന്തിനധികം പറയുന്നു, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിയമവാഴ്ചയുടെ ഭാഗമായി മാറി. അപ്പോൾ ഇതൊരു വെറും നിയമപ്രശ്നമല്ലാതായി ഒരു സാമൂഹിക രാഷ്ട്രീയ ആദർശമായി വളർന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. നിയമവാഴ്ച എന്നത് നമ്മൾ എത്തിച്ചേർന്ന ഒരു സ്ഥലമല്ല, മറിച്ച് നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ഒരു ലക്ഷ്യമാണ്, ഒരു വലിയ ആദർശമാണ്. ശരിക്കും നമ്മൾ ആ ലക്ഷ്യത്തോടെ എത്രത്തോളം അടുത്തെത്തിയിട്ടുണ്ട്? നമ്മുടെ സമൂഹത്തിന് ഇനിയും എത്ര ദൂരം മുന്നോട്ടു പോകാനുണ്ട്? ഇത് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്.